ഹായ് അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ കാണിക്കുന്നത് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ കാര്യമായിട്ട് ചേർക്കുന്നത് നമ്മുടെ ബിരിയാണി മസാലയാണല്ലേ. അതാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ല സ്മെല്ലും നല്ലൊരു രുചിയും ഒക്കെ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ ആ ബിരിയാണി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ കറുവപ്പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂൺ നിറയെ, അതായത് അതിലൊരു 8-9 പീസാക്കിയിട്ട് ഈ സൈസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് ഏലക്കായും, ഒരു 3/4 ടേബിൾ സ്പൂണ് ഗ്രാമ്പൂ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് നമ്മുടെ വലിയ ജീരകവും, 3/4 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും, അതുപോലെ തന്നെ നമ്മുടെ സാജീരകം എന്ന് പറയും അതും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഇതാ ഒരു ജാതിക്കയും അതുപോലെ ജാതിപത്രി ഒരു 3 ഇങ്ങനെ മുറിച്ചിട്ട് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ബേ ലീഫും പാടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ലോണം ചൂടാവേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് അതിൻ്റെ പച്ചമണം കിട്ടണം. അപ്പം അതിനൊന്ന് ചെറിയ തോതിലൊന്ന് ചൂടായി കിട്ടിയാൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതപ്പോൾ കൈ കൊണ്ടെല്ലാം തൊടുമ്പോൾ കൈ പൊള്ളണമൊന്നുമില്ല. അപ്പം ആ ഒരു രീതിയിൽ ചെറിയ തോതിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കട്ടെ. ചെറിയ ജാറിലിട്ട് പൊടിക്കുക, അപ്പം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല മതി നമ്മുടെ ബിരിയാണി ടേസ്റ്റ് കൂട്ടാൻ കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒറ്റയടിക്ക് തീർക്കൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളിത് കുറേശ്ശെ ഉപയോഗിക്കേണ്ടി നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലിട്ട് വെക്കട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നും പോകില്ല, നമുക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയി തന്നെ കിട്ടും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.